ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വളരെ സിമ്പിളായിട്ടൊരു ക്രാഫ്റ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഇന്നത്തെ ക്രാഫ്റ്റിന് യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ പേപ്പർ ഗ്ലാസ്സുകളാണ് കേട്ടോ, അല്ലെങ്കിൽ പേപ്പർ കപ്പ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ പേപ്പർ കപ്പിൻ്റെ ഈ ഒരു ഭാഗത്ത് നമുക്ക് പെൻസിൽ കൊണ്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. പെൻ കൊണ്ട് മാർക്ക് ചെയ്യണ്ട കേട്ടോ, പെൻസിൽ കൊണ്ട് നമുക്ക് കറക്റ്റ് ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടി മാത്രമാണ്. അതിനുശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ ഇത് കട്ട് ചെയ്യുന്നത് കേട്ടോ, അതിനും കൂടണ്ട. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒന്ന് കമത്തി വെക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇതളുകളൊക്കെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ വിടർത്തി കൊണ്ടുവരാനായിട്ട് പറ്റും. അതിനുശേഷം നമുക്ക് ഇത് ഓരോന്നും സൈഡിലേക്ക് മടക്കി കൊടുക്കണം. നമ്മൾ നേരെ അടിയിലേക്കല്ല മടക്കുന്നത്, സൈഡിലേക്കാണ് മടക്കുന്നത് കേട്ടോ. എന്നിട്ട് സൈഡിലേക്ക് മടക്കിയിട്ട് നമ്മൾ അടുത്തൊരു ലീഫിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അഴിഞ്ഞു പോരാതെ അവിടെ നല്ല ടൈറ്റായിട്ട് അതിരിക്കും. അങ്ങനെ നമ്മളെല്ലാതും ഇതേപോലെ സൈഡിലേക്കാക്കി മടക്കിയിട്ടുണ്ട്. ഏറ്റവും അവസാനം വരുന്നത് നമ്മൾ ഏറ്റവും ആദ്യം മടക്കിയതിൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെ കയറ്റി വെക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ചെയ്യേണ്ടത് വേറൊരു പേപ്പർ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഈ ഒരു വക്ക് ഉണ്ടല്ലോ, അത് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് അത് നമുക്ക് നമ്മുടെ ഈ പേപ്പർ ഗ്ലാസിൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെ കയറ്റി വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. നല്ല ക്യൂട്ടായിട്ടുള്ള നമ്മുടെ പേപ്പർ ബാസ്ക്കറ്റ് ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിത് ഇഷ്ടം പോലെയൊക്കെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതുപോലെ തന്നെ നമ്മൾ വേറെ ആ വക്ക് കട്ട് ചെയ്തെടുത്ത പേപ്പർ ഗ്ലാസ് ഉണ്ടല്ലോ, അത് വെച്ചിട്ടും ഇതേപോലെ ഒരു ബാസ്ക്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഇതേപോലെ ഉണ്ടാവാം, നമുക്ക് 2 രീതിയിലും ചെയ്യാം. എന്നിട്ട് നമ്മൾ അതിനൊരു അതിൻ്റെ പിടിക്കുന്ന ഭാഗം നമ്മൾ ഉണ്ടാക്കിയത് വേറൊരു വൈറ്റ് പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ട് ഇവിടെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പം നമുക്ക് നല്ലൊരു ഷോ പീസാണ്. ഇതിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ലീവ്സും ഫ്ലവേഴ്സും ഒക്കെ വെച്ചിട്ട് നമ്മുടെ ഷോ കേസിലൊക്കെ വെക്കാവുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ പെയിൻറ്റ് ചെയ്യണമെങ്കിൽ പെയിൻറ്റ് ചെയ്യാം. നല്ല ഭംഗിയുള്ള ലേസുകളൊക്കെ ഒട്ടിച്ചിട്ട് ഒന്നും കൂടി വേണമെങ്കിൽ ഭംഗിയാക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു സിമ്പിൾ വീഡിയോ ആണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ആരും പോവല്ലേ, ഞാൻ കുറച്ച് ട്രൈ പിക്ചേഴ്സും കൂടി കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ കുറേ പേര് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്, അവരുടെയും കൂടിയും പേര് വായിക്കാം. ആഞ്ചലീന, നീരജ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പിന്നെ ഇഫാസ് ക്രാഫ്റ്റ് ഐഡിയാസ് ഒരു കുഞ്ഞു ചാനലാണ് കേട്ടോ. പിന്നെ ശ്രീലക്ഷ്മി ആൻഡ് നവീൻ, മെഹറിൻ, ശ്രീപ്രിയ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ശ്രീപ്രിയയുടെ ബർത്ത്ഡേ ആണ് ഓഗസ്റ്റ് 22 അഡ്വാൻസ്ഡ് ഹാപ്പി ബർത്ത്ഡേ. അനഘ 8ാം ക്ലാസ്സിൽ. ആമിക്കുട്ടിക്ക് ഒരു സ്പെഷ്യൽ ഹായ് ഉണ്ട് കേട്ടോ, 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അരുണിമ, അവന്തിക, നിവേദിത എൻ നവനീത്, അക്സ 6ാം ക്ലാസ്സിൽ, റിൻഹ 6ാം ക്ലാസ്സിൽ തന്നെ, നിവേദ്യ 6ാം ക്ലാസ്സിൽ, അർഷാദ്, പുണ്യ രമേശ്, ഷിഹാബുദ്ദീൻ സാബു, ജിലിൻ ഡെന്നി, മിൻഹ KP, തീർത്ഥ 7ാം ക്ലാസ്സിൽ, ശ്രീഹരി 3ാം ക്ലാസ്സിൽ, സഫ, റേച്ചൽ, സുൽഫി ബഷീർ, മുഹമ്മദ് ഷാർജാസ് 1ാം ക്ലാസ്സിൽ, ഷഫ്ന ഫാത്തിമ 10 മാസമായിട്ടുള്ളൂ കേട്ടോ, ദേവപ്രിയ, ഷഫ്ന, നന്ദു, അനാമിക, അനാന, നേഹ, ഉമ്മു ഹബീബ, റഷീല ജാസ്മിൻ, അമയ എസ് രാജ്, ഫാത്മ ഷിഫ PK, ശിവഞ്ജന, സാനിയ, ഹസ്ന, കേസിയ,
ബിനിഷ. അപ്പോൾ എല്ലാവർക്കും വലിയൊരു ഹായ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല സേഫായിട്ടിരിക്കുക. പിന്നെ SMS എന്ന് പറഞ്ഞാൽ സോപ്പിട്ട് കൈ കഴുകുക, മാസ്ക് വയ്ക്കുക, സോഷ്യൽ ഡിസ്റ്റൻസ്, ഇതൊക്കെ ശ്രദ്ധിച്ച് എല്ലാവരും നല്ല സേഫായിട്ടിരിക്കും കേട്ടോ. നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.